ഗേൾസ് സ്കൂളിൽ വന്നപ്പോഴാണ് പിന്നെ നല്ല ടീച്ചിങ് ഒരു മത്സരമായിട്ട് ഇങ്ങനെ തുടങ്ങിയത്. അവിടെ നല്ല എല്ലാ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നല്ല സുഖമായിരുന്നു, വർക്ക് ചെയ്യാൻ നല്ല സുഖമാണ്. അപ്പോൾ എനിക്ക് ക്ലോസ്ഡ് റൂമിൽ രണ്ടാമത്തെ കൊല്ലാകുമ്പോഴേക്കും 9ാം ക്ലാസ്സിൽ ക്ലോസ്ഡ് റൂമിൽ ക്ലാസ് റൂം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ആ കുട്ടികൾ ഞാൻ പറഞ്ഞ പോലെ കേൾക്കുമായിരുന്നു. കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നുകൊണ്ട് അവരതിന് പാകത്തിൽ നിന്നിരുന്നു. യൂണിഫോം ഇട്ടിട്ടേ വരുള്ളൂ, മുടി 2ആയി പിന്നിട്ടേ വരുള്ളൂ, ക്ലാസ്സിൽ ഹോംവർക്കൊക്കെ നന്നായിരുന്നു ചെയ്തിട്ട് വരും. പിന്നെ ഞാൻ ഓരോ ദിവസവും കുട്ടികളോട് ചോദ്യം ചോദിക്കും. എന്നിട്ട് ഏറ്റവും നന്നായിട്ട് ഉത്തരം പറയുന്ന കുട്ടിയെ ക്ലാസ്സിൽ നടുവിലേക്ക് ഇരുത്തും. നടുവത്തെ ബെഞ്ച് അല്ല, ഓരോ ബെഞ്ചിലും അറ്റത്തേക്ക് ഇരുത്തും. അപ്പോൾ അവർക്ക് അതൊരു ഭയങ്കര സന്തോഷമായി. കാരണം എപ്പോഴും അവിടെ ചില കുട്ടികൾ സീറ്റ് മാറാതെ എന്ന് അവിടെ തന്നെ ഇരിക്കാൻ തുടങ്ങി, നന്നായി പഠിച്ചു വരുന്നുണ്ട്. അങ്ങനെ എന്തായാലും ആ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു 9ാം ക്ലാസ്സിൽ ഒരു പുതിയ കുട്ടി വന്ന് ചേർന്നിരുന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ടീച്ചേഴ്സ് ഞാൻ കഴിഞ്ഞ വർഷം തന്നെ ഇവിടെ വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആ കുട്ടി 9ൽ വന്ന് ചേർന്നത്. അപ്പോൾ അവിടുത്തെ ടീച്ചിങ് മെത്തേഡ് ആ കുട്ടിക്ക് ഇഷ്ടമായി എല്ലാവരുടെയും. അങ്ങനെ നല്ലൊരു ഇതായിരുന്നു. പിന്നെ അസംബ്ലിയിൽ നല്ല ക്ലാസ്സിനെ അസംബ്ലിയിൽ HM അനൗൺസ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് അവർക്ക് ഒരു പ്രചോദനമാണ് ശരിക്കും. പിന്നെ അങ്ങനെ 9ഉം 10ഉം കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴോ ഹെഡ് മാസ്റ്റർ മാറി, ഹെഡ് ടീച്ചർ മാറി. പകരം 10ലാണോ തോന്നുന്നത് വേറൊരു മാഷ് വന്നു. അപ്പോൾ ആ മാഷ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ ടീച്ചർ 8Aയിലേക്ക് പോയിക്കോളൂ, 10A വേറെ ആൾക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്റ്റാഫ് മീറ്റിങ്ങിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് വേണ്ട, എനിക്ക് ആ ക്ലാസ് തന്നെ മതി. കാരണം ഞാൻ ആ കുട്ടികളെ കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ വളർത്തി കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് എനിക്ക് അത് തന്നെ മതി എന്ന് പറഞ്ഞു. പിന്നെ സമ്മതിച്ചു. പിന്നെ അതുപോലെ ആ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ ഞാൻ ആദ്യം കണ്ട ബാച്ചല്ല, സെക്കൻഡ് ബാച്ചിൽ ആവറേജ് കുട്ടികളായിരുന്നു. ഞാൻ അവരെ എന്നും എൻകറേജ് ചെയ്യും, നമുക്ക് നല്ല മാർക്ക് വാങ്ങണം, അങ്ങനെ പറഞ്ഞ് ബെസ്റ്റ് ക്ലാസ്സിന് അത്രയും ഫസ്റ്റ് ക്ലാസ് എൻ്റെ ക്ലാസ്സിലും കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്നൊരു ഹെഡ് ടീച്ചറായിരുന്നു. അപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് ശരിക്കും തുള്ളി ചാടി തന്നെ പറയാം. അപ്പോൾ എന്നോട് HM ചോദിച്ചു, എന്താ ഇത്ര സന്തോഷം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഏറ്റവും നല്ല ക്ലാസ്സിൻ്റെ അത്ര മത്സരിച്ച് എൻ്റെ കുട്ടികൾ എത്തിയല്ലോ എന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞത് ശരിയാണ്, സമ്മതിച്ചു എന്തായാലും. അങ്ങനെ അവിടെ 8 കൊല്ലം നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലാപ്പറ്റയിലേക്ക് വന്നത്. പ്ലാപ്പറ്റയിൽ വന്നപ്പോൾ ഇവിടെ അന്തരീക്ഷമൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്, എന്നാലും കുട്ടികളൊക്കെ നല്ല പഴയ പോലെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി കുറച്ച് പാവങ്ങളായിട്ടുള്ള കുട്ടികൾ, അവിടെയൊക്കെ ടൗണിൽ സ്കൂളിലെ കുട്ടികൾ നല്ല ദുബായിക്കാരാണ് അവിടെയൊക്കെ, അങ്ങനെയൊക്കെയുള്ള വലിയ ഇതിലുള്ള ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ കുറച്ച് പാവങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരു വിഷമമൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പലപ്പോഴും പല ഉദാഹരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ അന്ന് ഇവിടെ കോച്ചിങ് ക്ലാസ് എടുക്കുമായിരുന്നു. ഈ സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കോച്ചിങ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കോച്ചിങ് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടി കല്ല് ചുമന്ന് കൊണ്ടുപോകുന്നത് കണ്ടു. അതൊരു പെൺകുട്ടി. അതെൻ്റെ കണ്ണിനെ ഭയങ്കരമായിട്ട്, ആ കാഴ്ച എനിക്ക് മറക്കാനേ പറ്റില്ല. അത്ര ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു, ഒരു വിഷമമായിട്ടുള്ള കാഴ്ചയായിരുന്നു. എന്തായാലും ആ കുട്ടിയൊക്കെ പിന്നെ നല്ല നിലയിലെത്തി. എന്നാലും അന്നത്തെ ആ ഒരു ദിവസം, ആ സ്കൂൾ വിട്ടിട്ട് വരുന്ന ദിവസം വല്ലാത്തൊരു വിഷമം തോന്നി. അപ്പം അങ്ങനെ എത്ര കുട്ടികൾ ഇവിടെ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ടെന്നറിയാം. അതുപോലെ ആദ്യം ഞാൻ 81ൽ ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ അച്ഛനെ ഞാൻ ഒരിക്കലും അമ്പലത്തിൽ വെച്ച് കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് മോനൊക്കെ സുഖമല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അവനൊക്കെ പോയി ടീച്ചറെ എന്ന് പറഞ്ഞു. അതും എനിക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കി. കാരണം ആ കുട്ടി മരിച്ചതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. നല്ലൊരു കുട്ടിയായിരുന്നു, നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു, പക്ഷെ പാവമായിരുന്നു എന്ന് മാത്രം. അങ്ങനെ ഉള്ള ചില സംഭവങ്ങളൊക്കെ മനസ്സിൽ ഇപ്പോഴും വല്ലാതെ വിഷമം ഇപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും തോന്നുന്നുണ്ട് അതൊക്കെ. ആ കുട്ടികളെ മുഖമൊന്നും മറക്കാൻ പറ്റുന്നില്ല. പിന്നെ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല കുട്ടികൾ തന്നെയാണ്, നന്നായി പഠിക്കായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ അതേ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ തന്നെ തുടങ്ങി പഠിപ്പിക്കാൻ. ഇവിടെ എല്ലാവരും അത് തന്നെ, ഇവിടെയും നല്ല സ്റ്റാഫായിരുന്നു, എല്ലാവരും നന്നായി പഠിപ്പിക്കും. ഇവിടെ ഒരു ലീല ടീച്ചർ ഉണ്ടായിരുന്നു, ഫിസിക്സ്. അപ്പോൾ ടീച്ചർ ഇതുമാതിരി രാവിലെ വന്ന ഫസ്റ്റ് പീരീഡ് ടീച്ചർക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഫസ്റ്റ് പീരീഡ് 10ലാവില്ല. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പറയും, ഞാൻ ഇതൊക്കെ പഠിപ്പിച്ചോട്ടോ, വേണമെങ്കിൽ പഠിപ്പിച്ചോട്ടോ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഊർജ്ജമാണ്. കാരണം അത് നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു ഇത്. പിന്നെ ഒരു ജൂനിയർ ടീച്ചർ ഉണ്ടായിരുന്നു, മണ്ണാർക്കാട് നിന്ന് മറ്റേ വന്നിരുന്നു. അപ്പോൾ ആ ടീച്ചർ ഒരു പ്രാവശ്യം പറയണ്ടേ, നിങ്ങളൊക്കെ അതിന് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളെങ്ങനെ മിണ്ടാതിരിക്കുക. അപ്പോൾ അവരും ഞങ്ങളുടെ കൂടെ കൂടിയെന്നർത്ഥം. അവരും അങ്ങനെ നന്നായിട്ട് പഠിപ്പിക്കണം. എല്ലാവരും നല്ല സ്പിരിറ്റിൽ പഠിപ്പിക്കുന്നവരായിരുന്നു. അതിൻ്റെ ഗുണം സ്കൂളിൽ കണ്ടിരുന്നു. ആദ്യമായിട്ടാണ് അന്നൊരു 64% റിസൾട്ട് വന്നത് ആ കൊല്ലം. ആദ്യം അത് അവർ മാഷന്മാർ വൈകുന്നേരമൊക്കെ ഇരുത്തി ക്ലാസ് എടുക്കുക, രാവിലെ നേരത്തെ ക്ലാസ് എടുക്കുക, ശനി ഞായറും ക്ലാസ് എടുക്കുക, എന്തൊക്കെയോ അങ്ങനെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഭാസ്കരൻ മാഷ്, ഒരു സമീർ മാഷ്, വിജയൻ മാഷ്, ആരൊക്കെയോ ഉണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി നിൽക്കാറില്ല, ഞാൻ പകൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. വൈകുന്നേരത്തെ ക്ലാസ്സിൽ നിൽക്കുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ പോരും, രാത്രി വരാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇവർ രാത്രി അവിടെ കുട്ടികളെ ഇരുത്തി അവിടെ പഠിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ എന്തൊക്കെ പരിപാടികളുണ്ടായിരുന്നു.
എന്തായാലും ആ ഇത് തുടർന്ന് വന്ന് പിന്നെ ഇന്നേ വരെ എനിക്ക് തോന്നുന്നു ആ സ്കൂളിനൊരു അധോഗതി ഉണ്ടായിട്ടില്ല. നല്ല നല്ല റിസൾട്ടാണ് എല്ലാ കൊല്ലം കിട്ടുന്നത്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോഴത്തെ ഹെഡ് മാഷൊക്കെ ഇപ്പോഴത്തെ ഹെഡ് മാഷ് ജാഫർ 1ാം ക്ലാസ്സിലാകുമ്പോൾ ഞാൻ തത്രങ്കാവ് സ്കൂളിൽ ടീച്ചറായതാണ്. അപ്പോൾ ഇപ്പം എനിക്ക് ആ മാഷയെ കാണുമ്പോൾ മാഷയെന്ന് വിളിച്ചാൽ തന്നെ ദേഷ്യം വരും. എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ വിളിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ മാഷയെ ജാഫറിനെയല്ല വിളിക്കുന്നത്, ഞാൻ ആ സ്ഥാനത്തിനെ ബഹുമാനിക്കുകയാണെന്ന് പറയാറുണ്ട്. നല്ല ഒരു 10 കൊല്ലം ഞാനിവിടെ വർക്ക് ചെയ്തു. നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നല്ല ടീച്ചറുടെ കൂടെ വരിക. ടീച്ചറുടെ കൂടെ വരാൻ നല്ല രസമാണ്. കാരണം ടീച്ചർ ഒരുപാട് ടീച്ചർ ധാരാളം വായിക്കും. എനിക്ക് അത്രയൊന്നും വായനയൊന്നുമില്ല. അപ്പോൾ ടീച്ചർ വായിച്ച കാര്യങ്ങളൊക്കെ ഓരോരോ എക്സാമ്പിൾ വരുമ്പോൾ അതൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇവിടെ എത്തോളം അത് ഞങ്ങൾ വൈകുന്നേരം നടന്നിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ എത്തോളം അങ്ങനെ ടീച്ചർ വായിച്ച കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് അതൊക്കെ കേട്ട് ശരിക്കും നമ്മൾ എൻലൈറ്റൻഡ് ആവും ടീച്ചറെ കൂടെ നടന്നു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു നല്ലൊരു പ്രചോദനമാണ്. എപ്പോഴും അത് ടീച്ചർ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കും. എനിക്കറിയില്ല എന്താ അങ്ങനെയെന്നുള്ളത്. എനിക്ക് തന്നെ ചിലപ്പോൾ എൻ്റെ കഴിവിലൊന്നും എനിക്ക് കഴിവുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കാറില്ല. ഇത് ശരിയാവില്ല എന്നുള്ള തോന്നല എനിക്ക് എപ്പോഴും. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് അതായിരുന്നു തോന്നലുണ്ടായിരുന്നു, ശരിയാവില്ല എന്നുള്ളത്. പിന്നെ ടീച്ചർ നിർബന്ധിക്കും, അതൊന്നും പറ്റില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കും. എന്തെങ്കിലും എവിടെയെങ്കിലും വല്ല ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഒരു കവിത എഴുതി തരും, അതിന് ഇൻട്രൊഡക്ഷൻ എഴുതി തരും, കവിത എഴുതി തരും, ഇത് ചെല്ലൂട്ടോ എന്ന് പറയും. ഞാൻ ട്യൂണുണ്ടാക്കി എന്താ വെച്ചാൽ ചെല്ലിക്കോളാൻ പറയും. അങ്ങനെയൊക്കെയാണ് ടീച്ചർ. അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നാറുണ്ട് ടീച്ചറുടെ, ഭയങ്കര സ്നേഹവും തോന്നാറുണ്ട്, പറയാതിരിക്കാൻ. പിന്നെ വിജയ പറഞ്ഞ ടീച്ചറുണ്ടായിരുന്നു, സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന. പിന്നെ അംബുജാക്ഷി ടീച്ചർ, അവരൊക്കെ നാട്ടുകാരാണ്. പിന്നെ അയ്മത് ടീച്ചർ, പിന്നെ ബേബി ടീച്ചർ പിന്നെ പെരുങ്ങോടാണ്. എന്നാലും പിന്നെ രാധാകൃഷ്ണ മാഷ്, സുധാരൻ മാഷ്, കുറേ ആൾക്കാർ അറിയുന്ന ആൾക്കാർ. പിന്നെ വിജയ മാഷൊക്കെ ശ്രീഷോരത്ത് നിന്ന് വന്നിരുന്നു. എന്നാലും എൻ്റെ മകനെ എന്നെ എപ്പോഴും കളിയാക്കാം, അമ്മ 10 ഏക്കാർക്ക് വേണ്ടി പുഷ്പാഞ്ജലി കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ പുഷ്പാഞ്ജലി ഒന്നും കഴിക്കാറില്ല, പക്ഷേ ഞാൻ സത്യം പറഞ്ഞു ഞാൻ നന്നായി പ്രാർത്ഥിക്കാറുണ്ട്. കാരണം നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. അവർക്ക് ആ പരീക്ഷ സമയത്ത് എന്താണ് എഴുതേണ്ടതെന്ന് വേണ്ട സമയത്ത് തോന്നണമല്ലോ. എല്ലാം പഠിച്ചു അവിടെ പോയി സ്റ്റാർട്ടിങ് ട്രബിൾ വന്നാൽ എന്താ ചെയ്യുക? അതെനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായി പ്രാർത്ഥിക്കാറുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ എൻ്റെ മകൻ അങ്ങനെയാണ് കളിയാക്കും എന്നെ. പിന്നെ അവരുടെ മകൻ്റെയൊക്കെ 10ാം ക്ലാസ് ആയ സമയത്ത് ഇവിടെ എല്ലാ കുട്ടികളും വരാറുണ്ടായില്ല. അവൻ്റെ ക്ലാസ്സിലത്തെ കുറേ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കും. കാരണം അവരെ കുറേ ടീച്ചേഴ്സ് അമ്മമാർ ടീച്ചേഴ്സാണ്. അപ്പോൾ അവർ ഓരോ വിഷയം പഠിക്കാൻ അതാത് വീടുകളിൽ പോയി പഠിക്കും. അപ്പോൾ അങ്ങനെ അതിലൊരു കുട്ടി എന്നോട് പറയുണ്ടായി, ടീച്ചർ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് 10ാം ക്ലാസ്സിൽ ഞാൻ ഹിസ്റ്ററിയിലൊക്കെ എത്രയെങ്കിലും മാർക്ക് കിട്ടിയത്. എനിക്ക് ആദ്യം വളരെ മോശം മാർക്കായിരുന്നു, ഞാൻ ജസ്റ്റ് പാസ്സായി എന്നേ ഉള്ളൂ. പക്ഷെ അത് എ ഗ്രേഡിലേക്ക് എത്തിച്ച ടീച്ചറാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയാറുണ്ട്, ഫീഡ്ബാക്കുകളൊക്കെ കിട്ടാറുണ്ട്. ടീച്ചറിന്റെ സെൻഡ് ഓഫ് എങ്ങനെയായിരുന്നു ഇവിടെ? പിന്നെ അങ്ങനെയില്ല, നമ്മൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കും, അവർ നമുക്കും തരും. പിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കും, എല്ലാവരും കൂടി ഇവിടെ കൊണ്ടുവന്നാക്കും. കുട്ടികൾ വരില്ല, ആ ഫോട്ടോ എടുക്കും. കുട്ടികളുടെ കൂടി ഒരു ഫോട്ടോ, അത് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന പോലെ അതിന് ഒരാൾ വരാറുണ്ടായിരുന്നു. അത് ആരാന്ന് എനിക്കറിയില്ല. മറ്റത് സ്റ്റാഫിൻ്റെ മാത്രമായിട്ട്. കുട്ടികളുടെ സ്നേഹം ഭയങ്കരമായിരുന്നു അല്ലേ? സ്നേഹം, പക്ഷെ അവർക്ക് എന്നെ പേടിയാണ്, ഭയങ്കര പേടിയാണ്. അതാണ് ഞാൻ സ്കൂൾ വിട്ടിട്ട് റിട്ടയർ ചെയ്ത് അടുത്ത കൊല്ലം ഞാൻ പോയപ്പോൾ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളൊക്കെ ഓടുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഓടുന്നു വേണ്ട, ഞാനൊന്നും ചെയ്യില്ല, ഞാൻ ഇവിടെ ആരും ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ നല്ല പേടിയാണ്. പക്ഷെ അവർ എൻ്റെ ടീച്ചിങ് മെത്തേഡ് അവർക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു, അത് പറയാറുണ്ട് അപ്പോഴെപ്പോഴും. പിന്നെ ഒരു തവണ ഞാൻ ബസ്സിൽ പോകുമ്പോൾ ഉണ്ടായി ഒരു കുട്ടി, ഒരു രക്ഷിതാവ് എൻ്റെ അടുത്ത് ബസ്സിലിരുന്നിട്ട് പറയുകയാണ്, പിന്നെ എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ആ കുട്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയധികം ഉൾക്കൊള്ളുന്നുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി. ഒരു പക്ഷേ കുറച്ചും കൂടി നമ്മൾ മോറൽ എഡ്യൂക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ ഇപ്പോൾ ഇന്നത്തെ കുട്ടികളായാലും മാറില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പഠിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസം വേണ്ടി വരും. അത് മോറൽ സയൻസ് അങ്ങനെ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന പോലെ പറഞ്ഞു കൊടുത്താൽ പറ്റുന്നുണ്ടാവില്ല. എന്നാലും കുറച്ച് കുട്ടികളൊക്കെ മാറാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പൊതുവേ കുറച്ച് ഇൻഡിസിപ്ലിൻഡ് ആയി വരികയാണ് ജനറേഷൻ. എന്നിട്ട് നിർത്തിയില്ല, അവർക്ക് തന്നെ തോന്നിയിട്ട് അവർ നന്നാവണം, എന്നാലേ ശരിയാവുള്ളൂ. പിന്നെ പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ല, അന്ന് പിന്നെ അതുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പെൺകുട്ടികളോടൊക്കെ എപ്പോഴും പറയണം, ഇതൊക്കെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണതാണ്. പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരും തമ്മിൽ പേര് വിളിക്കരുത്. പേര് വിളിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്, ശരിയാണ്, ഞങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അവിടെയൊക്കെ. അപ്പോൾ പിന്നെ ഏത് ക്ലാസ്സിലെ പഠിക്കുന്നത് പറയരുത്, അങ്ങനെയൊക്കെ അവർ പഠിപ്പിക്കരുത്. അപ്പോൾ ഞാനത് ഇവിടെ വന്ന് എൻ്റെ കുട്ടികളോടും പറയും, നിങ്ങളിങ്ങനെ പുറത്തൊന്നും ബസ്സിലൊന്നും പോകുമ്പോൾ ദൂരേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ പേരൊന്നും വിളിച്ച് സംസാരിക്കരുത്. പിന്നെ ബസ്സിലൊക്കെ ഇങ്ങനെ നമ്മുടെ ബുക്കിൻ്റെ ആട്ടിയിൽ പേരൊക്കെ ഇതിൻ്റെ ഒരു ക്ലാസ്സും ഇതൊക്കെ മനസ്സിലാക്കി ലെറ്റർ അയക്കും, അങ്ങനെ പരിപാടി. പക്ഷെ നമ്മൾ ലെറ്ററൊന്നും കൊടുക്കാറില്ല കേട്ടോ, കുട്ടികൾക്ക് അങ്ങനത്തെ ലെറ്ററൊന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് അവർ സമാധാനമായി ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും.